കാർഷിക സമൃദ്ധിയാൽ സമ്പന്നവും ഹരിതഭംഗിയാൽ മനോഹരവുമായ പാലക്കാട്, നിലയുടെ ജലസംഗീതം ഉടലെടുക്കുന്ന സഹ്യാദ്രിയുടെ ഹൃദയമിടിക്കുന്ന പാലക്കാട്, പുതുതലമുറ മറന്നിരിക്കുന്ന മണ്ണും മനസ്സും വേർതിരിയുന്ന അപൂർവമായ കാഴ്ചകൾക്ക് ഇന്നും പ്രസിദ്ധമാണ് ഈ നാട്. ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനാണെങ്കിലും കർമ്മനിരതനായി പാലക്കാട് വേരുനിന്ന ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഉണരുന്ന ചെമ്പൈ സംഗീത കോളേജ്. എന്നാൽ സംഗീതം കൊണ്ടും പുതുവിള പാകുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ടിവിടെ, വാൽമുട്ടി. വാൽമുട്ടിയിലെ ഓരോ വഴിയോരത്തിനും ആ വഴിയരികിലെ ഓരോ പുൽനാമ്പിന് പോലും സംഗീതത്തിൻ്റെ മേൽസ്ഥായി കീഴ്സ്ഥായി നല്ല വശമുണ്ട്. വാൽമുട്ടിയിലെ സംഗീത കാഴ്ചകളിലേക്കാണ് ഇനിയുള്ള യാത്ര. ഇത് വാൽമുട്ടി ഗ്രാമമാണ്. വാൽമുട്ടി എന്ന പേരിന് പുറകിൽ രസകരമായൊരു ഐതിഹ്യമുണ്ട്. പണ്ട് ഹനുമാൻ ലങ്ക ചാടുമ്പോൾ വാല് മുട്ടിയ പ്രദേശം എന്നുള്ള തമാശയ്ക്ക് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട്. ഈ പ്രദേശത്തുള്ള ഒരു കോളനിയാണ് ഇത്, വാൽമുട്ടി കോളനി. ഈ വാൽമുട്ടി കോളനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പാട്ടുകാരാണ്. ഓരോ വീട്ടിലും ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ എങ്കിലും ഉണ്ടാവും. അങ്ങനെ പാട്ടുകാരുടെ ഒരു പ്രദേശമാണ്. ഞങ്ങളുടെ കാരണവന്മാർ, പണ്ടത്തെ കാരണവന്മാർ ഈ തുടി ഉണർത്തൽ പാട്ട് പാടാൻ പോവുമായിരുന്നു. അപ്പം അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞങ്ങളുടെ അവിടുത്തെ വരും തലമുറകൾ കണ്ടുപിടിച്ചിട്ട് അത് പഠിക്കാനുള്ളൊരു ആർജവം ഉണ്ടായി. പഴയ കാലം പറഞ്ഞാൽ പഠിപ്പൊന്നുമില്ല, പഠിച്ചിട്ടില്ല. ഇത് എൻ്റെ അച്ഛൻ്റെ 2 പെങ്ങന്മാരായി ഈ ഓണപ്പാട്ട് പാടിയിട്ട് അവർ അമ്മായിമാർ കളിക്കുന്നത് ഞാൻ ചുറ്റുഭാഗം ഓടി 10-14 വയസ്സിൽ ഈ മൊഴി എനിക്ക് കിട്ടിയതാണ്. ഞങ്ങളുടെ മുതിർന്ന ആൾക്കാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും അത് വളർത്തിയെടുക്കാനൊന്നും, ശാസ്ത്രീയ വളർത്തിയെടുക്കാനൊന്നും ചാൻസുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആൾക്കാർ സംഗീതം ശാസ്ത്രീയ പഠിക്കുകയും അതേപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. എൻ്റെ പേര് സുലതാ മോഹൻ, മ്യൂസിക് ടീച്ചറാണ്. പാട്ടുഗ്രാമമാണ് എൻ്റെ തറവാട്. ഞാൻ ചെമ്പൈ മ്യൂസിക് കോളേജിൽ ഗാനഭൂഷണം, ഗാനപ്രവീൺ കഴിഞ്ഞതാണ്. പാട്ടുഗ്രാമത്തിൽ നിന്നാണ് പാട്ടുകൾ കേൾക്കാനും പഠിക്കാനും തുടങ്ങിയത്. ഞങ്ങളുടെ അമ്പലത്തിൽ 9 ദിവസം നവരാത്രിക്ക് മൈക്ക് സെറ്റൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും പാടുമായിരുന്നു. വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെ ഭജന തുടങ്ങിയാൽ ഒരു 10-11 മണി, ചിലപ്പോൾ അത് 2 മണി വരെ നീണ്ടുപോകും. അങ്ങനെയാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയത്, പാട്ടിനോട് താല്പര്യം വന്നത്. അങ്ങനെ പാട്ട് തന്നെ പ്രധാന വിഷയമായി എടുത്ത് പഠിച്ചു. ഇന്ന് ഒരുപാട് കുട്ടികളെ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. പാട്ടുഗ്രാമത്തിൽ ഒരുപാട് പാടുന്ന മക്കളുണ്ട്. അവരെയൊക്കെ ഞാൻ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എനിക്കതിൽ അഭിമാനമുണ്ട്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ
അതുപോലെ തന്നെ ഇവർക്ക് സാമൂഹികമായിട്ട് ഒരുപാട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഈ പ്രദേശത്തെ പാട്ട് ഗ്രാമമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോത്സാഹനം നൽകുക, ഇവർക്ക് സൗജന്യമായിട്ട് പാട്ട് പഠിക്കാനുള്ള സംവിധാനം ചെയ്യാം, ഒരുപാട് സംഗീത പരിപാടികൾ കാണാനുള്ള അവസരങ്ങൾ നൽകുക, ഇവർക്ക് ഗാനമേളകളൊക്കെ നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംഗീതോപകരണങ്ങൾ നൽകുക. ഈ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പാട്ടുഗ്രാമമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുമ്പ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാണ് ഇവിടെ ഈ പാട്ടിൻ്റെ സമ്പ്രദായം. ആക്ച്വലി ഇവിടെ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. പാണൻ എന്ന് പറയുന്ന ഒരു സമുദായത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ മുഴുവൻ. പാണൻ സമുദായം എന്ന് പറയുന്നത് തന്നെ പണ്ട് മുതൽ ഈ എല്ലാ വീടുകളിലും പോയി പാട്ടുപാടി എന്നൊരു സമൂഹമാണ്. അപ്പോൾ അവരുടെ ഭാഗമായിട്ട് വളർന്നു വന്നവരാണ് ഞങ്ങൾ. ഇവിടെ സംഗീത അധ്യാപകരുണ്ട്. ഇവിടെ ഫോക്ലോർ അക്കാഡമി അവാർഡ് നേടിയ കലാകാരന്മാരും കലാകാരികളും ചിറ്റൂർ മോഹനനുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു അമ്മമ്മയുണ്ട്, ഇവിടെ തത്തമ്മ എന്ന് പറയുന്ന ഒരു ദൈവാനമ്മ. അവരൊക്കെ ഫോക്ലോർ അക്കാഡമിയുടെ അവാർഡ് നേടിയിട്ടുണ്ട്. അങ്ങനെ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള പാരമ്പര്യമായി സംഗീതം കൈമുതലായി വന്നിട്ടുള്ള കുറേ ആളുകളുടെ ഒരു പ്രദേശമാണ്. അനുഗ്രഹീതമായിട്ടുള്ളൊരു സ്ഥലമാണ് പാട്ടുഗ്രാമം. ആ പാട്ടുഗ്രാമത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നതിൽ വളരെയധികം സന്തോഷം.